സോ നമ്മൾ നിന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിനായിട്ടാണ്. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ്. പാർട്ട് 1 കാണാത്തവരുണ്ട് ഇപ്പം തന്നെ കാണുക. സോ നമ്മൾ ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബേസ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതേക്കൂട്ട് തന്നെ നമ്മൾ സ്റ്റോൺ ടൂൾസിലെല്ലാം മാറിയായിരുന്നു. ഇന്നത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു ബ്രിഡ്ജ് റെഡിയാക്കാൻ പോകണം. അതുകൊണ്ട് അങ്ങോട്ടുള്ള ഒരു ബ്രിഡ്ജ് റെഡിയാക്കാൻ പോവാണ്. അതിനുള്ള റിസോഴ്സൊക്കെ ഗ്യാദർ ചെയ്യണം. അത് നിങ്ങളെ ഇനി തന്നെ കാണിക്കാം, ടൈംലെസ് ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ 2 ഗോൾ എന്താണെന്ന് വെച്ചാൽ, അയൺ കണ്ടുപിടിക്കണം, പിന്നെ നമുക്കൊരു ബ്രിഡ്ജ് കണ്ടുപിടിക്കണം. ബ്രിഡ്ജ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇന്നത്തെ ഗോള്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് ബ്രിഡ്ജ് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് റിസോഴ്സ് കയറി ചെയ്യാൻ വേണ്ടി എന്തായാലും വുഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വുഡ് ഗ്യാദർ ചെയ്യാൻ പോകണം. നൈറ്റ് പറയാറില്ല എന്താണെന്ന് വെച്ചാൽ, അയൺ ആർമറാണ്. ഞാൻ രാത്രി ആയാലും കുഴപ്പമില്ല, അവന്മാരെ കൊല്ലാം. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ, രാത്രി ആയ പിന്നെ ലവന്മാരൊക്കെ ഇറങ്ങിയാൽ പിന്നെ പ്രശ്നമാണ്, അറിയാലോ. ഇറങ്ങിയാൽ പ്രശ്നമാണ്, പെശക അവർ നമ്മളൊക്കെ എടുത്തിട്ടടിക്കും. ക്രീപ്പറാണ് എനിക്ക് ഭയങ്കര പേടി. അവന്മാരൊന്നും പുറയുമെന്ന് പൊട്ടിച്ചറിച്ച പോലും അറിയില്ല. അങ്ങനത്തെ ലവന്മാരൊക്കെയാണ് മൈൻക്രാഫ്റ്റ് അവന്മാരുണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, കോഴിയൊക്കെ പോകുന്നു. ഹായ് കോഴി. നമുക്ക് പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വല്ലതും ഫാം വല്ലതും പണിയാം. നമുക്ക് അയൺ വെച്ച് നമുക്ക് മറ്റേ എന്തുവാ ഈ സീഡൊക്കെ വെച്ച് എന്താ പറയുക, അത് ഉണ്ടാക്കണം. അത് അപ്പം നമ്മൾ ബ്രിഡ്ജ് വെച്ചാണ് ചെയ്യാൻ പോണത്. ഓക്കിൻ്റെ വുഡ് അങ്ങ് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കാരണം ആ കളർ ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. വൈറ്റ് കളറാണ് ഇച്ചിരി കൂടെ മാച്ചിങ് നമ്മുടെ ബേസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങ് പിടിക്കാൻ വെച്ചാന്ന് വിചാരിച്ചു. അല്ലേ അപ്പോൾ 24 മതിയായിരിക്കും. നമുക്ക് എന്നാലും പോയി നോക്കാം. ഞാൻ ട്യൂട്ടോറിയൽ എടുക്കുന്നില്ല, ഞാൻ തന്നെ എൻ്റെ ഐഡിയ വെച്ച് ചെയ്യാനാണ് വിചാരിക്കണേ. ഞാൻ ഇതിനിപ്പോൾ സ്ട്രിപ്പ് ചെയ്തതെന്ന് എൻ്റെ ഓരോ ഇത്. നമുക്കിനി എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, സ്ലാബ് വേണം നമുക്ക്. അപ്പോൾ ഇച്ചിരി ഇതുണ്ടാക്കണം വെച്ചാൽ നമുക്കൊരു സ്ലാബ് ഉണ്ടാക്കാം. കുറേ സ്ലാബിൻ്റെ ആവശ്യമുണ്ട്, അത്രയും ദൂരമുണ്ട്, അറിയാമല്ലോ. നമുക്ക് ഇച്ചിരി സ്ലാബ് ഉണ്ടാക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നിട്ട് ഗൈസ്. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ മ്യൂസിക് വേണോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണോ, അതോ ഇങ്ങനെ മൈൻക്രാഫ്റ്റിൻ്റെ ഇത് മാത്രം മതിയോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണോ അതോ അങ്ങനെ സെറ്റ് ചെയ്യണോ എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ സെറ്റാക്കാം അല്ലേ, ഇതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ ഇങ്ങനെ അങ്ങ് സെറ്റാക്കാം. അതിന് വേണ്ടി നമുക്കിങ്ങനെ 2 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ശേഷം നമുക്ക് ഇവിടെ ഒന്നിങ്ങനെ അങ്ങനെ ഇങ്ങനെ വെച്ച് സ്ട്രിപ്പ് ചെയ്ത് വെക്കണം. അങ്ങനെ തന്നെ ഇങ്ങനെ വെച്ചോണ്ടേയിരിക്കണം. മനസ്സിലായോ ഗുയ്സ്? അപ്പോൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കണം. അയ്യോ, നമുക്കിനി ഫുൾ ബ്ലോക്ക് ചെയ്യാമല്ലോ. ഫുൾ ബ്ലോക്ക് ആക്കാം. ഇങ്ങനെ ചെയ്ത് ഒരു എണ്ണോട് ഹൈറ്റ് കൂട്ടാം. ഒരു ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇതെന്തിനാ കയ്യിലോട്ട് അയ്യോ ചടിയാനെ. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ബ്രിഡ്ജ് റെഡിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കാം. നൈറ്റ് ആവുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ ഉറങ്ങുന്നേ കാണിച്ചു തരാം. നമ്മൾ ആദ്യത്തെ ഉറക്കമാണ്, അതും വീഡിയോയിൽ ലൈവായിട്ട്. നമ്മൾ റെഡ് ബെഡ് ഒക്കെ സെറ്റ്, നമ്മൾ നേരത്തെ ഒരു റെഡ് ചെടിയൊക്കെ എടുത്തില്ലേ, അപ്പോൾ റെഡ് ബെഡ് അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സൺ വ്യൂ കാണാൻ പറ്റും. സൂര്യൻ റൈസ് ആക്കുന്ന ഇവിടെ കാണാൻ പറ്റും. സൂര്യ റൈസ് ആകടാ, കുറേ നേരമായല്ലോ. നമ്മളെ ആക്സ് ഒന്ന് മാറ്റണമല്ലോ. ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി നന്നായിട്ട് കുറഞ്ഞിരിക്കണം. അപ്പോൾ എന്നോട് കോബിൾ സ്റ്റോൺ ഇല്ലല്ലോ. കോബിൾ സ്റ്റോൺ ഇല്ല, തീർന്നോ? ഇനി മൈൻ ചെയ്യേണ്ട വരും. നമ്മുടെ സ്റ്റോൺ ആക്സ് അത് തന്നെ, ആ കുന്തറുണ്ടോ അത് ഇപ്പോൾ നശിക്കാർ. ഡ്യൂറബിലിറ്റി എല്ലാം കുറഞ്ഞാണ് ഇരിക്കണേ. ഞാനിപ്പോൾ സൺ അസ്തമിക്കാൻ പോവാണ്, സൂര്യൻ അസ്തമിക്കാൻ പോവാണ്.
കിഴക്ക് ദിശയിൽ അതറിയില്ല എനിക്ക്. കിഴക്കാണോ വടക്കാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ബ്രിഡ്ജ് റെഡിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അതോ ടൈം ലാപ്സ് ആയിട്ട് ചെയ്യണോ? ടൈം ലാപ്സ് വേണ്ട, അടുത്ത എപ്പിസോഡ് നമ്മൾ ടൈം ലാപ്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ അല്ലേ ടൈം ലാപ്സ് ഇടാമല്ലേ? ഓക്കെ, ടൈം ലാപ്സ് ഇടാമെന്ന്. അപ്പോൾ നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് ഇട്ടോ. ഓക്കെ, വലിയ വേണോ? ടൈം ലാപ്സ് ഒക്കെ വേണോ വയസ്സ്? എനിക്കറിയില്ല, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണോണ്ട് ഞാൻ ഇപ്പോഴെങ്ങാണ്ടാണ് എഡിറ്റൊക്കെ പഠിക്കണേ. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല ടൈം ലാപ്സ് ഒന്നും എടുക്കാൻ. അപ്പോൾ ടൈം ലാപ്സ് ഒന്നും ഇല്ല ഗൈസ്. നാളെ തൊട്ട് എടുക്കാം ഗൈസ്. സോറി, നാളെ തൊട്ട് എടുക്കാം പ്ലീസ്, സമ്മതിക്കണം. നാളെ തൊട്ട് എടുക്കാം. അപ്പോൾ സോറി, അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ ടൈം ലാപ്സ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ബിൽഡാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടൈം ലാപ്സ് ഇട്ടില്ലെങ്കിലും ഞാൻ അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം ഒരു ചെറിയ എൻ്റെ മനസ്സിൽ വെച്ചാൽ അത് തന്നെയാണ്. നമുക്ക് അതിൻ്റെ ക്യാമ്പ് ഫയർ വെച്ച് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാം. എന്നാൽ പക്ഷേ എൻ്റെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള റിസോഴ്സ് ഒന്നുമില്ല അടുത്ത വർഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഇതെന്താ ഇവിടെ വെച്ചാൽ നമ്മൾ ലാൻഡ് കണക്ക് ഫ്യൂച്ചറിൽ ചെയ്യാനാണ്. ഈ എപ്പിസോഡിൽ പറ്റുമെങ്കിൽ ഈ എപ്പിസോഡിൽ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ. ഇത് വൈഡാക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മളിവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് കാണിച്ചു തരാം. ഇതിൻ്റെ ഔട്ട് തന്നെ ഔട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ലുക്ക് ഔട്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ മറ്റേ ഡോറായിട്ട് പൊളിച്ചിട്ട് ഡോറായിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അത് ചുമ്മാ വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റും വെച്ചിട്ടുണ്ട്, മോപ്പ് സ്പോണാകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി മെയിൻ കാര്യം, ഇനി ഫസ്റ്റത്തെ ഗോൾ കംപ്ലീറ്റ് ആക്കി. മോനെ, ഇനി അടുത്ത ഗോൾ എന്താണെന്ന് വെച്ചാൽ ഇത് മിണ്ടായിരിക്കും, അവൻ കഷ്ടമുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ മറ്റേ മൈനിങ് ആണ്. മൈനിങ് പോയിട്ട് നമുക്ക് ആയം കണ്ടുപിടിക്കണം. എപ്പോഴത്തേം പോലെ എനിക്കിഷ്ടമല്ല പുറത്ത് റെഡിയാക്കാൻ. അത് അയനാറുമാറില്ല, എനിക്ക് പേടിയാണ്. എന്നെ കളിയാക്കരുത്, എടുത്തണ്ടെന്നാന്ന് പറഞ്ഞ്. ഞാൻ ഇവിടെ നേരത്തെ വന്നായിരുന്നു കോബ്ലിസ്റ്റോൺ കളക്റ്റാക്കാൻ വേണ്ടി. ഇവിടെ നിന്നിട്ട് നമ്മുടെ മൈനിങ് ഒന്ന് റെഡിയാക്കാം. അതിനുള്ള റിസോഴ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്താണ്ട് 2 പിക്കക്സ് 3 പുതിയ പിക്കക്സ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത്രയും വെച്ച് ആയം കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ആദ്യത്തെ അയം വെച്ച് നമ്മളൊരു ഷീൽഡ് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നീടുള്ള അയണൊക്കെ വെച്ച് നമ്മുടെ ലാൻഡ് ഉണ്ടാക്കേണ്ടതായിരിക്കും. ലാൻഡ് ആണ് മെയിൻ. അങ്ങനെയുള്ളത് പറ്റില്ല, അവനാണ് ഏറ്റവും വലിയ സാധനം. ഓക്കെ, നമ്മളിങ്ങനെ പറഞ്ഞ് ആയം കണ്ടുപിടിക്കാം. ഇത് നമുക്ക് ടൈം ലാപ്സ് ആയിട്ട് ചെയ്താലോ? ടൈം ലാപ്സ് ആക്കി ചെയ്യാം, അതായിരിക്കും നല്ലത്. നമ്മൾ എൻ്റെ മോനെ ആയം കണ്ടുപിടിച്ച്. ഇന്നല്ല ആദ്യത്തെ ആയം കിട്ടിയിട്ടുണ്ട് മോനെ. യെസ് മോനെ, ആദ്യത്തെ ആയം വെച്ച് അറിയാലോ. അതും കൊണ്ട് സ്മെൽറ്റാക്കി നമുക്കത് വെച്ച് ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ലാൻഡ് കണക്ക് ഉണ്ടാക്കാം. അയൺ നഗറ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് കോർഡിനേറ്റ് ഓണാക്കില്ല ഈ വേൾഡിൽ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഈ വേൾഡിൽ കോർഡിനേറ്റ് ഇല്ലാതെ കളിച്ചാലോ? എങ്ങനെ ഇരിക്കും? അല്ല, കോർഡിനേറ്റ് വേണം. അടുത്ത എപ്പിസോഡ് നമുക്ക് കോർഡിനേറ്റ് ഓണാക്കാം. ഈ എപ്പിസോഡ് ഇങ്ങനെ പോയിക്കോട്ടെ. ഓക്കെ, ഇനി അതേ എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് വയ്യ കേസ്. സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗുള്ള സാധനം. അത് കൊണ്ടുവരുന്ന ഭയങ്കര ലാഗുള്ള സാധനമാണ്. വെരി ലാഗ്. അപ്പോൾ നമ്മൾ അയണ കിട്ടി. ഓക്കെ, വീണ്ടും അയൺ പറഞ്ഞ വിടത്തില്ല മോനെ. മുട്ടുക്കത്തെ ലക്കാണല്ലോ എൻ്റെ മോനെ. മുട്ടുക്കത്തെ ലക്കാന്ന് തോന്നുന്നു എനിക്ക്. എടാ എത്രയാടാ ഇത് വെയിന്? വെയിനാന്ന് തോന്നുന്നത്.
താഴോട്ട് തന്നെ ഉണ്ടെന്ന് പറയരുത്. ഓക്കെ, അതത്ര തന്നെ. ഇതാ മൂടിയാക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവരുടെ നമുക്ക് ഒന്നുമില്ല, ചുമ്മാ കമൻറ്റ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൂബ് മാസ്റ്ററും പിന്നെ ശ്രുതിയാണ് ഗൈസ്. നൂബ് മാസ്റ്റർ ഇച്ചിരി നല്ലതാണ്. അവനക്ക് ഫേസ് ക്യാമൊക്കെ ചെയ്ത് എപ്പോഴും ഫേസ് ക്യാം ചെയ്യുന്നുള്ളൂ. ഒക്കെ അവനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ സുധിയണ്ണനാണ് മൈൻക്രാഫ്റ്റിൻ്റെ ദൈവം. അറിയാലോ നിങ്ങൾക്ക്, ദൈവമാണ് അയാൾ. ഞാൻ ആകെ ഒരു യൂട്യൂബ് ചാനൽ കാണത്തുള്ളൂ, ശ്രുതിയാണ് എന്നെ എക്സ്പേർട്ടാക്കിയത്. ശ്രുതി എന്ന് പറഞ്ഞൊരു ഡിസൈനറാണ് ഗൈസ്. അവനൊരു ഡിസൈനർ തന്നെയാണ്. എടാ ഗോൾഡാ ഇത്? ഇത് ഈ കോർഡിനേറ്റ് ഗോൾഡാ? ഇതെങ്ങനെ പോസിബിൾ ആകും? സോറി, ഇത് നമ്മൾ അയൺ പിക്കാക്സ് വെച്ചേ പറ്റുള്ളൂ അല്ലേ? പക്ഷേ എന്നാൽ പൊട്ടിച്ചളയേണ്ട പേര് വന്നു. എന്തായാലും ഒന്ന് പൊട്ടിച്ചളയേണ്ട പേര്, കാരണം നമ്മുടെ അയണൊന്നുമില്ല. ഞാൻ പൊട്ടാനാണ് അയൺ ഇരുന്നിട്ടാണ്. അയണില്ലെന്ന്. ഫസ്റ്റത്തെ പിക്കാക്സ് പൊട്ടി. സെക്കൻഡ് പിക്കാക്സ്. അപ്പോൾ നമുക്ക് 10 അയണൊക്കെ ആയിട്ടോ ഇപ്പോൾ തന്നെ. ഇവിടെ മൊത്തം ഗ്രാവൽ. എനിക്ക് ഗ്രാവ് ഇഷ്ടമില്ല സാധനം. ഇഷ്ടമില്ലെന്ന് വെച്ചാൽ അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് സാധനം. ഗോൾഡൊക്കെ ആണെങ്കിൽ നമുക്ക് അയണൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കണം. ഈ ഗ്രാവൽ ഇഷ്ടമല്ല. ഗ്രേവിൽ കൊള്ളത്തില്ല കേട്ടോ. ഒരു കാരണവശാലും ഗ്രേവിൽ ആരും മേടിക്കരുത്. മേടിക്കാണ് ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് പോലും ബോധമില്ല ഞാൻ എന്തൊക്കെ പറയണു ഗൈസ്. അപ്പോൾ പ്ലീസ് സപ്പോർട്ട്. എന്താ വേണം ഇനി നിങ്ങളെ അതിനെത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. ഈ ടൈം ലാസിനോട് കാണിക്കോ? സംഭവിച്ച് ഈ കോർഡിനേറ്റ്സ് തന്നെ റെഡ് സ്റ്റോൺ സ്പോണായി. എൻ്റെ മോനെ, എൻ്റെ ഒരു കാര്യമേ. റെഡ് സ്റ്റോണൊക്കെ ഈ ലെവലിൽ ഞാൻ പറഞ്ഞിട്ടെന്തിനാ? ഞാൻ എടുത്തില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഡീപ് സ്ലെറ്റ് എത്തി ഗൈസ്. ഡീപ് സ്ലെറ്റ് എത്തി നമ്മൾ. ഇവിടെ നിൽക്കുമ്പോൾ ഡീപ് സ്ലെറ്റ് ഓറ കിട്ടാൻ പോണെ. ഡയമണ്ട് കിട്ടുമോ ദൈവത്തിനറിയാം. അപ്പോൾ നമുക്ക് ലക്കുണ്ടെങ്കിൽ ആദ്യത്തെ ഡയമണ്ട് ഇവിടെ നിന്ന് തന്നെ കിട്ടും. ലക്കില്ലെങ്കിൽ നമ്മളിനി കുറേ എപ്പിസോഡ് കഴിയുമ്പോഴായിരിക്കും ഡയമണ്ട് ആർമർ സെറ്റാക്കാൻ പോകണം. സോറി, അടുത്ത എപ്പിസോഡ് നമുക്ക് അയൺ ആർമർ സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഈ എപ്പിസോഡ് പറ്റത്തില്ല. നമ്മളിപ്പോൾ ലാൻഡേണൊക്കെ സെറ്റാക്കാൻ പോകണം ഈ എപ്പിസോഡിൽ. അതൊക്കെ ഈ എപ്പിസോഡ് പറ്റത്തുള്ളൂ. പെട്രോൾ എത്തിയാ? ഓക്കെ, നമുക്കിന്ന് ഇവിടെ വെച്ച് മൈൻ ചെയ്തുകൊണ്ടിരിക്കാം. ഇതിലേ കിട്ടാതെ രീതിയില്ല. ഓക്കെ, പെട്രോക്കിനെ ഇവിടെ ആണ് നമ്മൾ നിൽക്കുന്നത്. ഇവരുടെ ഒരു കേബിൾ കണ്ടില്ല നമ്മൾ. ഓക്കെ, ഇത് എനിക്ക് ഇഷ്ടമല്ലാത്ത പണ്ടാരം എനിക്ക് ഗ്രാവലെടുത്ത് ഗെയിമിൽ തൂക്കിയെടുത്തറിയണം. എന്താണ് എൻ്റെ ഒരു നിഗമനം. കുറച്ചൊക്കെ ഇതാണ് എനിക്കിത് ഇഷ്ടം. ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എന്നെ രസമെന്നറിയാവോ? അമ്മമാരിങ്ങനെ ഞാൻ ഇനി കാണിക്കാം. പിന്നെ നമ്മുടെ ഡ്യൂറബിലിറ്റി കൊടുത്തോണ്ടിരിക്കണം നമ്മുടെ ഷവലിൻ്റെ. ഞാൻ അവരുടെ കൈമുണ്ടോ? കണ്ട് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അല്ല, അപ്പോൾ ഗ്രഹ വരത് അന്വേഷണ പറ്റിച്ച്. എന്താണ് ഇത്? എന്തിടാണ് എനിക്ക് മാത്രം ശവലെടുക്കുന്നു. ഞാൻ പിന്നെ ഇപ്പോഴത്തെ ശവലെടുത്ത് നേരത്തെ വേറെ വല്ലെടുത്താൽ പോരായിരുന്നു. എന്തോ നടക്കും. ഓക്കെ, നമ്മുടെ മണ്ടയ്ക്ക് കോപ്പർ ഉള്ളതുകൊണ്ട് ഗ്രാവൽ വീഴത്തില്ല. എടാ കോള് കിട്ടി. അയ്യാണ്, താങ്ക് യു. കോള നമുക്ക് രക്ഷിച്ചത്. കണ്ടത്തരം. ഇവിടെ അയ്യം കിട്ടി മോനെ. 11
12 12 13 കിട്ടിയപ്പോൾ നമുക്ക് ഇനി കോൾ നമുക്ക് എടുക്കാം. കോൾ എടുത്ത് നമുക്ക് സ്മെൽറ്റൊക്കെ ആക്കണം. പിന്നെ ടോർച്ചൊക്കെ ഉണ്ടാകാൻ നമുക്കെല്ലാം ഈസിയൊക്കെയാണ്. എനിക്ക് എന്താ ഈ മൈൻക്രാഫ്റ്റ് 1.21 ഇഷ്ടമല്ലാത്തതിന് കാരണം പറയാം. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ ടെംപ്ലേറ്റൊക്കെ ഉണ്ട് കഴിച്ച് നമ്മൾ നെതറേറ്റൊക്കെ സെറ്റാക്കുമ്പോൾ ഈ ഇനി മറ്റേ എന്തുവാ സാധനം ടെംപ്ലേറ്റ് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 1.20 ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ആ അപ്ഡേറ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ 1.17 എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബട്ട് വൈ എന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി ഒന്നും എനിക്കറിയില്ല. സോറി. നമുക്ക് ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോയി. നമുക്ക് ടൈമിൽ സെറ്റാലോ. ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മ്യൂസിക് കിട്ടോ. Welcome back to my channel. Sala. Oh, pickaxe. ഭയങ്കര നല്ല ഒന്നാണ് മണ്ണ്. പട്ടത്തല്ല മാറ്റി മാമല സൈറ്റ് പിടിക്കാം കാതലിക്കാം കുയിന കാമാച്ചി ഓമല സൈറ്റ് അടിക്കാം ഒന്നെ പിടിക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മൈനിങ് നിർത്താൻ പോകണം. എന്താ ചോർച്ച് തീർന്നു. അപ്പോൾ ഇത്രയൊക്കെ മതി. നമുക്ക് സ്മെൽറ്റാക്കാൻ പോവാം. ഇത്രയൊക്കെ ഉള്ള നമ്മുടെ മൈനിങ് നിർത്തി. അപ്പോൾ പുറത്ത് നൈറ്റാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നൈറ്റാണ്. അപ്പോൾ ഈ മറ്റേ ഗോൾഡൊക്കെ നമുക്ക് പൊട്ടിക്കണം. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് ട്രെൻഡിങ് പാട്ടാണ്. ഓക്കെ, നമുക്കുള്ള ലാഡർ സെറ്റാക്കണം. ലാഡർ സെറ്റാക്കാനുള്ള റിസോഴ്സ് ഒന്നും ഇല്ല. ഇങ്ങനെ കയറി പോവാം. രാത്രിയാകുമ്പോൾ മുറുമുറായിട്ടുണ്ട്. ഇനിയും പുറത്തൊന്നും ഇറങ്ങുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഔട്ടർ അങ്ങ് എടുക്കാൻ പോവാണ്. ഈ ഇവന്മാര് ഡീസ്പോൺ ആവണല്ലേ എൻ്റെ മോനെ. ഇവന്മാർ ഡീസ്പോൺ ആവണം. രണ്ടര സ്കെൽറ്റനൊക്കെ ചാവുന്നു. അവൻ്റെ ബോണൊക്കെ എടുക്കാൻ പോയി. അതുപോലെ ക്രീപ്പറാണ് എനിക്ക് പ്രശ്നം. അവന് ഒരുത്തം കാരണം എനിക്ക് ജീവിതം ഇല്ലാണ്ടാവും. നമുക്ക് ഈ 17 അയൺ സ്മെൽറ്റാക്കിയിരിക്കും ഞാൻ. ഓക്കെ, നമ്മൾ ഇതെന്തായാലും ഇതൊക്കെ എടുത്ത് നോക്കിയേക്കാം. കുറച്ച് ഇത് 17 സ്മെൽറ്റാക്കാൻ പോവാണ്. 17 നമ്മൾ സ്മെൽറ്റ് ആക്കിയിട്ടുണ്ട്. സ്മെൽറ്റാക്കുന്നേ ഉള്ളൂ. സ്മെൽറ്റാകുന്ന നേരം എന്തെങ്കിലും മുണ്ടി പറഞ്ഞിരിക്കാം. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടു. അത് നിങ്ങൾ കണ്ടോ? ഞാനോടെ പോയി. ഇന്നലെ വ്യൂ കിട്ടിയില്ല. നാളെ വ്യൂ കിട്ടിയുള്ളൂ. 4 വ്യൂ കിട്ടിയുള്ളൂ. പോയിരുന്നേ കാണാടാ. ചുമ്മാ ഇവിടെ നിന്ന് ഇത് മുത്തിരുന്ന് കാണാതെ പോയിരുന്ന അത് കണ്ടിട്ട് പോകാം ഇങ്ങോട്ട്. അല്ല പിന്നെ എൻ്റെ വീഡിയോ കാണാണെങ്കിൽ മറ്റേ വീഡിയോ കണ്ടിട്ടോ ഇങ്ങോട്ട് സംസാരിക്കാം. നമുക്ക് വരെ പോണേ. എൻ്റെ മോനെ, ഇവിടെ ക്രീപ്പർ നിൽക്കണടാ. ക്രീപ്പർ മോനെ ഓടിക്കോ കേട്ടോ. എന്നാ നോക്കിക്കണം. എന്തടാ എനിക്കെന്നാ മോട്ടാണ്. ക്രീപ്പർ മോൻ പോകുന്നുണ്ടോ അങ്ങോട്ട്? ക്രീപ്പർ മോനെ എന്നട പറ്റിയേ? എന്നടാ ചുട്ടിക്കുട്ടാ. എടാ നമ്മൾ വാദിക്കുവാൻ നിൽക്കുവാണ് അവൻ. നമ്മളിപ്പോൾ പുറത്തിറങ്ങി നമ്മളെ പൊട്ടിത്തെറിക്കുവാൻ. അപ്പോൾ ഇന്നത്തെ ഈ വെള്ളിയിലെ മരണം ഇന്നായിരിക്കും. നമുക്കപ്പോൾ നഗറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കിയാലോ. അത് ഇവിടുന്ന് ഒരു ഒരെണ്ണം എടുത്ത് ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്കത് നഗറ്റാക്കി നമുക്കത് ലാൻഡ് കണക്കാം.
സുരു സുരു സാല രാരാ സുഖു സുഖു സാല. ഇനി പറ്റത്തില്ല, ഇത്ര പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് ചെറുപോലെ ലൈറ്റ് വേണം. 5. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ പ്രസ് ചെയ്ത് ഇടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാനുണ്ടല്ലോ വീഡിയോ ഇച്ചിരി പോയി എന്ന് വെച്ചാൽ ഇച്ചിരി വീഡിയോ എടുത്തായിരുന്നു, അതപ്പോൾ ഡിലീറ്റ് ആയിപ്പോയി. നമ്മളപ്പോൾ ലാൻഡേണൊക്കെ ക്രാഫ്റ്റ് ചെയ്തില്ല, അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ലാൻഡേണൊക്കെ എടുത്ത് നമ്മുടെ ബ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റേ തമ്പിനെയിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ പോയി നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ കാണുന്ന നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.